കണ്ണാൻ തുമ്പി പോരാമോ. അയ്യോ അവിടെ എന്തോ ശബ്ദം. അയ്യോ പൂച്ച. ദൈവമേ പൂച്ച പെറ്റ് കിടക്കോ കടിക്കോ വല്ലതും ചെയ്യുന്ന പൂച്ചയാ. സുജയ് ഇന്നും താമസിച്ചാണല്ലോ വന്നേക്കുന്നത്. വേറൊരു വീട്ടിൽ പോയിട്ട് വരുന്നത് കൊണ്ടാ അപ്പച്ച. അല്ല അപ്പച്ച, ഞാനേ എന്നും വരുമ്പോ അപ്പച്ചനും ഈ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തി അപ്പച്ച? ഇവിടെ എൻ്റെ മോനും ഭാര്യയാ ഉള്ളത്. അവര് ജോലിക്ക് പോയി. പിന്നെ എൻ്റെ ഭാര്യ അടുത്ത മാസം ഓണത്തിലേക്ക് തിരുവാതിര കളിക്കാൻ വേണ്ടി മലയാളി അസോസിയേഷൻകാർ തിരുവാതിര പഠിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കുക. അല്ല സുജയ്, ഇയാള് റീൽസ് എടുക്കുവോ? നേരത്തെ ഇവിടെ നിന്നവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്നെ പൊന്നപ്പച്ച, ഞാൻ ഒരു സാധനവും ഒരു മുട്ടുസൂചി പോലും എടുത്തിട്ട് ഞാൻ എടുക്കുന്നോളല്ല. അതിനകത്ത് അപ്പച്ചനെ 100% വിശ്വസിക്കാൻ ഞാനൊരു കള്ളിയല്ല. അല്ലേ ഈ തുണി വിരിക്കാൻ ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോ ആ പൂച്ച വെട്ടിക്കിടക്കുന്ന എന്നെ കടിച്ചാലോ? ആ കൊച്ചിനെ വിളിച്ചു പറയാം, മോളെ കൊച്ചേ പൊന്നുമോനെ, മക്കൾ ആ തുണി വന്നത് വിരിച്ചിട്ട് പൊന്നുമോനെ പ്ലീസ് ഇടാ പാട. പൊന്നുമോനെ വെറുതെ ചെവി നോക്കിയിരിക്കാതെ എന്റെ പൊന്നുമോൻ ആന്റി ഒന്ന് സഹായിക്കുമോനെ, ഒന്ന് പൊളിച്ചതാ മോനെ. അപ്പച്ചൻ വരുന്ന മുമ്പ് പ്ലീസ് മോനെ, അപ്പച്ചൻ കണ്ട എന്നെ വഴക്കോലെ ഒന്ന് പൊളിച്ചതാ പൊന്നുമോനെ. അപ്പച്ച ഞാൻ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞു, ഞാൻ പോവാന്നേ. ആ ശരി, എന്തോ ഈ കവറിനകത്ത്? അത് പിന്നെ വേസ്റ്റാ. ഞാൻ പുറത്തോട്ട് പോകുമ്പോ അവിടെ കളഞ്ഞേക്കാന്ന് വിചാരിച്ച് ഞാൻ കുട എടുത്തില്ല. സുജയ് എന്തോ ഈ കാണുന്നത്? നിന്നെ വിശ്വസിച്ചല്ലയോ ഞങ്ങൾ ഇവിടെ നിന്നെ നിർത്തിയിരുന്നത്? നീ ഒരു മൊട്ടുസൂചി പോലും മോട്ടിക്കത്തില്ലെന്നല്ലയോ പറഞ്ഞ്? നീ ഈ കണക്കിന് ഓരോ വീടുകളിൽ നിന്നും എന്തെല്ലാം മോട്ടിച്ചോണ്ട് നടക്കുന്നുണ്ടാവും. ഇതാണോ നിന്റെ മര്യാദ? ഇനി നിന്റെ ആ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാനൊന്ന് നോക്കട്ടെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. എന്നെ നാട്ടിക്കരുത്, എനിക്ക് ആദ്യം ജോലി ഒന്നും ചെയ്യത്തില്ല. എനിക്കൊരബദ്ധം പറ്റിയത് ആരോടും പറയല്ലേ അപ്പച്ച. ഞാൻ ഒരു മനുഷ്യനോട് പറയല്ലേ, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഓർമ്മിക്കുന്നില്ല അപ്പച്ച. എന്നെ ഒന്നും ചെയ്യില്ല അപ്പച്ച. അപ്പച്ച എന്നോട് ക്ഷമിക്കപ്പച്ച, കാല് പിടിച്ച